ബത്തീക്ക് എപ്പോഴും നമുക്ക് ഒരു പ്രത്യേകതരം ഡിസൈൻസ് കിട്ടും. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ലുക്സ്, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചൊരു അൺസർട്ടനിറ്റി. നമുക്ക് ടൈ ആൻഡ് ഡൈ അതുപോലെ തന്നെയാണ് കേട്ടോ. ബത്തീക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പ്രീ പ്ലാൻഡ് അല്ല ഒന്നും. നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കിട്ടി കഴിയുമ്പോഴാണ് അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ, അല്ലെങ്കിൽ അതിനോട് ക്ലോസർ ആയിട്ടുള്ള ലുക്ക്. ഇറ്റ്സ് എ റിയലി നൈസ് ടെക്നിക്. അപ്പോൾ പ്യുവർ ബത്തീക്ക് ചെയ്തേക്കുന്നത്, ശരിക്കും ബത്തീക്കിൽ വാക്സ് വെച്ച് തന്നെ ബത്തീക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് കേട്ടോ. അപ്പം ഈ ഒരു ലുക്ക് തന്നെയാണ്, പക്ഷെ അതിനകത്ത് ഡിഫറെൻറ്റ് പാറ്റേൺസ് കൊടുത്ത് ചെയ്തേക്കാണ്. 1799 പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നല്ല ഷിഫോൺ ദുപ്പട്ട. ഷിഫോണും ദുപ്പട്ടയും നമുക്ക് ഇതിനകത്ത് ബത്തീക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. സോളിഡ് ബ്ലാക്ക് ബോട്ടം ആയിട്ടാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. SW1611 തൊട്ട് 14 വരെയുള്ള കോഡ്സിലാണ്. ദിസ് ഇസ് 13, SW1613. അപ്പോൾ ഇതിനകത്തൊരു ഫ്ലോറൽ ലുക്ക് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻസിൻ്റെ ഒരു 3 ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഫ്ലവറിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ. ആൻഡ് ദെൻ വി ഹാവ് എ ജോമെട്രിക് ട്രയാങ്കിൾ ഡിസൈൻ ആൻഡ് സിഗ്സാഗിൽ ഒരു വെർട്ടിക്കൽ പാറ്റേൺ ഫോം ചെയ്യുന്നതായിട്ടോ. ഇത് ഓപ്പൺ ചെയ്ത് കാണുമ്പോഴേ അതിനകത്ത് ബാക്കിൽ നമുക്ക് ഇതിനകത്തൊരു ഡീറ്റെയിൽ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വി ഹാവ് ദിസ് ഓൺ ബ്ലാക്ക്. ആ ഒരു വൈറ്റ് ബത്തീക്ക് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് ദിസ് ഇസ് സം നല്ല ബ്രൈറ്റ് ആൻഡ് വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ആണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ടു മച്ച്. അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു പ്ലസൻ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ആ ഒരു ഫ്ലോറൽ വെജിറ്റബിൾ ആയിട്ടുള്ളൊക്കെ കാണുന്നത് നമ്മൾ ലേഡീസ് ഫിംഗർ വെച്ചിട്ട് പ്രിന്റ് ചെയ്ത പോലെയുള്ള ഒരു പാറ്റേൺ. ആൻഡ് വി ഗോട്ട് ദിസ് യെല്ലോ, റെഡ് ആൻഡ് നല്ലൊരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇത് ഓൾ ഓവർ അങ്ങനെ തന്നെയാണ് വരുന്നത്. ബാക്കിലും ഇതിനകത്ത് ഒരു മോട്ടീഫായിട്ട് വന്നിട്ടുണ്ട്. സോ ഈവൻ ബത്തീക്കിലാണെങ്കിലും ബ്ലോക്സ് വെച്ചിട്ട് ബത്തീക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് ആ ഒരു ബ്ലോക്ക്, സിംഗിൾ ബ്ലോക്ക് ബാക്കിൽ വന്നിട്ടുമുണ്ട്. And that's what the repeat also got. And not stripe and the same crochet edge in the crochet lace വെച്ചിട്ടുള്ള കോട്ടൺ ആണ്. അത് ലേസ് ഡീറ്റെയിൽ അതിൻ്റെ എഡ്ജിലായിട്ട് വരുന്നുണ്ട്. സെയിം ഡീറ്റെയിൽ ലോവർ ഹെമ്മിലും നമുക്കത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ലുക്ക് നമുക്ക് നോക്കാം ചെയ്ത് കാണാം. ഇതിൻ്റെ ലുക്കിനകത്ത് ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് വെച്ചാൽ ഫുള്ളായിട്ട് ആ ഒരു സെയിം പാറ്റേൺ അല്ല വന്നിരിക്കുന്നത്. ലോവർ പോർഷനിലോട്ട് ഒരു ബ്ലാക്ക് ഡൗൺ. അപ്പോൾ ഒരു ഹെം ലൈൻ ഒരു ക്ലിയർ ഡെഫിനേഷൻ കൊടുത്ത് ചെയ്തേക്കാണ്. ആൻഡ് ബാക്കിൽ നമുക്ക് ഈ ഒരു പാനലിൻ്റെ അകത്ത് സെൻറ്റർ മോട്ടിഫായിട്ട് ഇത് വരികയും ചെയ്യും. ബ്ലാക്ക്, സോളിഡ് ബ്ലാക്ക് കോട്ടൺ ബോട്ടം ആണ്. ഇത് പ്യുവർ കോട്ടണിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫുൾ സെറ്റ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആസ് വെൽ. ഇപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പം ലൈറ്റർ ആണ്, ഡ്യൂറബിലിറ്റിക്ക് കോട്ടൺ ലൈനിങ് യൂസ് ചെയ്യാം. ഇല്ല നമുക്ക് ആ ഒരു ലൈറ്റ് ഫീൽ. ഇപ്പം ഞാനിപ്പോൾ വേറെ ഇതിരിക്കുന്നതും വിത്തൗട്ട് ലൈനിങ്ങിൽ കോട്ടണിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഫീലിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇടാം കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ട്രാൻസ്പെറൻസി ഇഷ്യൂ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് വരത്തില്ല. പക്ഷെ ലൈറ്റ് ഫീൽ ആയിരിക്കും കേട്ടോ. ഒരു ബോട്ടത്തിൻ്റെ അവിടെയൊക്കെ നമുക്ക് സീ ത്രൂ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ഫിറ്റിംഗ് ബോട്ടമായിട്ട് ചെയ്യണം. സിഗരറ്റ് പാൻറ് പോലെ ഇരിക്കത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ഡോട്ട് ഫീൽ വരത്തില്ല. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദിസ് SW1611 1799 റേഞ്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയുടെ ഇങ്ങനെയാണ് വരുന്നത്. ബത്തീക്കുറിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. വൈബ്രൻറ്റ് കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു കളറിൻ്റെ ഒരു ലുക്കൊക്കെ. വർക്ക് വെയറിനും പെർഫെക്റ്റ് ആണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. And these are all hand and process. Maybe you can go for dry cleaning in the first few cycles. And next one വരുമ്പോഴത്തേക്ക് നമുക്കതിനെ ഷെയ്ഡ് ഡ്രൈയിങ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫെയ്ഡായി പോവും. സോ ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഇതേപോലത്തെ തന്നെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് SW1612. ബാക്കിൽ ഈ ഒരു മൾട്ടി കളേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ആ 3 കളർ കോമ്പിനേഷൻ കൊടുത്ത് ചെയ്തേക്കാണ്. ആ ഒരു സ്മഡ്ജൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ദിസ് ആർ ഓൾ ഹാൻഡ് എന്നുള്ളത്. മെക്കനൈസിൽ നമുക്ക് ഇങ്ങനത്തെ എഫക്ട്സ് ഒന്നും കിട്ടില്ല കേട്ടോ. ജോമെട്രിക് പാറ്റേൺ വിത്ത് ഫ്ലോറൽ ബിഗ് സർക്കുലർ ഫ്ലോറൽ ലുക്ക് അതിനകത്ത് ലോവർ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ദി ദുപ്പട്ട. ഇതിൻ്റെ അകത്ത് മാൻഷൽ പോർഷനിൽ ടോപ്പിൻ്റെ പ്രിന്റും ആൻഡ് ലോവർ പോർഷനിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ്റെ സ്കാറ്റർ നമ്മളതിനകത്ത് കൊടുത്തേക്കാണ്. ആണല്ലേ ഫുൾ ലുക്ക് വരുന്നത്. And the last one, it's got a vertical print to it. ഇതിലെയും ലോവർ എഡ്ജിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഹെം ലൈന്. ആൻഡ് ഇതിൻ്റെ ബാക്ക് പാനൽ
ഇച്ചിരി ഒരു വ്യത്യാസം വരുന്നത് സിംഗിൾ ഫ്ലോർ സ്കാറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കൊടുത്തിട്ട്. ബോട്ടം കംഫർട്ടബിൾ സീരീസിൽ വന്നിട്ടുള്ള കാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസി പാറ്റേൺ ആണ്. ഇപ്പോൾ ജങ് ജ്വല്ലറിയുടെ കൂടെയൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്കത് വെയർ ചെയ്യാൻ പറ്റും. SW1611 തൊട്ട് 1614 വരെയുള്ള കോഡ്സിൽ 1799 റേഞ്ചിൽ റെഡി ടു ഡിസ്പാച്ച്. വി ഹാവ് ദിസ് ഇൻ സ്റ്റോർസ് ആസ് വെൽ. You can come visit our store and see all the collections over there. ഇട്ട് നിൽക്കുമ്പോഴേ ഒരു കംഫർട്ടബിൾ ലുക്കാണല്ലേ. മെറ്റീരിയലും കംഫർട്ടബിൾ ആണ്, കളറും അതുപോലെ തന്നെ ഒരു ക്ലൗഡ് ടോണിൽ വന്നിട്ടുള്ള ബ്ലൂ ഷെയ്ഡിൽ ഷിഫ്ലി ലുക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റ്. ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയാണ്. ദ മെറ്റീരിയൽ ഇസ് റിയലി ഗുഡ് ക്വാളിറ്റി. കോട്ടൻ്റെ ക്വാളിറ്റി വളരെ സോഫ്റ്റ് ആണ്, നല്ല മെറ്റീരിയലാണ് കേട്ടോ. ഇറ്റ്സ് വെരി സോഫ്റ്റ് ലൈക്ക് മൽ കോട്ടൻ്റെ പോലത്തെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ. ആൻഡ് വേർട്ടിക്കൽ പാറ്റേണിൽ ഷിഫ്ലിയുടെ തന്നെ, ഷിഫ്ലിയും നമുക്ക് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ എംബ്രോയിഡറി ആണല്ലോ ബേസിക്കലി. അതിനകത്ത് അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഒക്കെ തിക്നെസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഒരു ക്ലൗഡ് ടോണിൽ വന്നിട്ട് നല്ല രസമുള്ള ഒരു നെക്ക് ലൈനാണ്. കുറച്ച് ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ ഇറ്റ്സ് ഗോട്ട് എ ടൈപ്പ്, ഡോറി ടൈപ്പ് ആണ്, ട്വിസ്റ്റഡ് ഡോറി ടൈപ്പ് വിത്ത് ടാസിൽ. എഡ്ജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലേസ് വെച്ചിട്ടുള്ള എഡ്ജ് ഫിനിഷിങ് ആണ്. കോട്ടൻ്റെ തന്നെയാണ് അതും വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ പ്രീമിയം ലുക്കിൽ നമുക്ക് കിട്ടുന്ന ഒരു കോട്ടണിൽ തന്നെയാണ്, പക്ഷെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് വരുന്ന രീതിയിൽ നമുക്ക് ഇപ്പോൾ വർക്ക് വെയർ ആയിട്ടാണെങ്കിലും ഒക്കേഷണലിന് നമുക്കിപ്പോൾ സ്മോൾ ഫാമിലി സർക്കിൾ കൈൻഡ് ഓഫ് ഫങ്ഷൻസിനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. ആൻഡ് ഇത് നമുക്ക് ഒരുപാട് ആക്സറൈസ് ഒന്നും ചെയ്യാതെ നമുക്കൊരു ചിലരുടെ ഒരു പേഴ്സണൽ സ്റ്റൈലുണ്ട്, ഇൻ ദെയർ ഓൺ കംഫർട്ട് സോൺ, വെരി കോൺഫിഡൻറ്റ് വിത്ത് ദംസെൽഫ്, അങ്ങനത്തെ ഒരു സൽവാർ സെറ്റാണ് കേട്ടോ. അപ്പോൾ ബോട്ടവും ഇതേ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ലൈനിങ് ഇല്ല, ടോപ്പിന് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ. സോഫ്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്ന കോട്ടണാണ്. ഒരു പ്രീ വാഷ്ഡ് ഫീലിലാണ് ലൈനിങ് ഒക്കെ വന്നിരിക്കുന്നത്. എഡ്ജ് ഫിനിഷ് ചെയ്തേക്കുന്നതിന് ലേസ് ട്രമ്മ വരുന്നുണ്ട്. ആ ഷിഫ്ലിക്കകത്ത് തന്നെ ഒരു 3 ഡിഫറെൻറ്റ് ഡിസൈൻസ് വരുന്നുണ്ട്. ആൻഡ് അത് നമുക്ക് ആ ഒരു വെർട്ടിക്കൽ പാറ്റേൺ ആയതുകൊണ്ട് തന്നെയും പിന്നെ ദർ ഇസ് നോ കളർ ബ്ലോക്കിംഗ് ഇൻ ഹിയർ, ഇറ്റ്സ് ഓൾ സിംഗിൾ ടോൺ. ദാറ്റ് ഓൾസോ ഹെൽപ്സ് യു മേക്ക് ലുക്ക് ടോളർ. 3/4 സ്ലീവാണ്. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ. അതേ ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഇത് പ്ലെയിൻ ദുപ്പട്ടയാണ്. 3099 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. EA139 എന്ന കോഡിൽ നമ്മൾ റെഡി ടു ഡിസ്പാച്ച് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇൻ സ്റ്റോഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. അപ്പോൾ ഗ്രാബ് യുവർ പീസ് റൈറ്റ് അവേ. എനിക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എനിക്ക് ആ ഓഫ് വൈറ്റ് ടോൺസിനകത്തൊക്കെ ടിൻറ്റ് ഓഫ് കളർ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. ഇത് ബനാറസിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർഗൻസ വീവിങ്ങിൽ ജെറി ബോർഡർ വന്ന സാരിയാണ്. ഇതിനകത്ത് നമ്മൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരുന്നത്. ഇത് ഫുള്ളോ? യെസ്, ഫുൾ ഹാൻഡ് വർക്ക്. ഫുൾ ഹാൻഡ് വർക്ക് ആണ്. അതാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് ഇച്ചിരി കൂടുതലാണ്. എങ്കിലും നമ്മൾ സാധാരണ കമ്പ്യൂട്ടറൈസ്ഡ് മിഷൻ എംബ്രോയിഡറിയിലല്ലേ ഇങ്ങനത്തെ കാണുന്നത്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് മിഷൻ എംബ്രോയിഡറി അല്ല, ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കുന്ന സാരിയാണ്. അത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ഇതിനകത്ത് പറഞ്ഞ് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ആരി വർക്കാണ് ചെയ്തേക്കുന്നത്. അതായത് ചെറിയ ചപ്പായി ഇട്ടിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് കണ്ടോ, ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടോ. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് മിഷൻ എംബ്രോയിഡറി ആണെങ്കിൽ നമുക്ക് ഇത്രയും നൂല് പൊട്ടി കാണത്തില്ല. ആരി വർക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ആ ഇത് ചപ്പായി ഇട്ടതിന്റെ ഇത് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ മണം വരുന്നുണ്ടോന്ന് തോന്നുന്നില്ലേ? ചെറുതായിട്ട് ഇല്ലേ? ഒരു കെറോസിന്റെ സ്മെല്ലുണ്ട് കേട്ടോ. അതൊക്കെ അവര് പറഞ്ഞപ്പോഴാട്ടോ എനിക്ക് തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഏതെങ്കിലും നൂല് വിട്ടുപോയാൽ ഒരു കാരണവശാലും വലിക്കല്ലേ കാരണം വലിച്ചു കഴിഞ്ഞാൽ ചെയിൻ സ്റ്റിച്ചാ ഫുള്ളായിട്ട് അഴിഞ്ഞു വരും. ആ ഒരു കളർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവും, കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പം ഇത് ഫുൾ ഹാൻഡ് ഡൺ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. നമുക്ക് ആ സാരി ഫുള്ളായിട്ടൊന്ന് കാണാം. ഇത് കണ്ടോ, ബനാറസി സാരീസ് നമ്മൾ കാണുന്ന പോലെ തന്നെ ഷോർട്ടർ പല്ലുവാണ്, ടിഷ്യൂ ഫിനിഷിംഗ് ആണ്. അത് ഇവിടെ ഒരു ചെറിയ ഗ്രീൻ ടിന്റ് കണ്ടോ, പ്യുവർ സെറിയുടെ ആണ് കേട്ടോ ഒരു ഗ്രീൻ ടിന്റ് വരുന്നത്. വേറൊന്നുമല്ല, ചാപ്പായി ചെയ്തപ്പം ആ സൈഡിലോട്ട് അവർക്ക് സ്പ്രെഡ് വന്നതായിരിക്കും.
അത് പ്യുവർ ആയതുകൊണ്ട് അതിനകത്ത് ഇത് വരുന്ന നാച്ചുറൽ ഇതാണ് കേട്ടോ, അത് ഡാമേജ് അല്ല, അത് അങ്ങനെ വരും. കാരണം ഇതെല്ലാം ഹാൻഡ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് കാരണം ചെറുതായിട്ടുള്ള അങ്ങനത്തെ ഇത് വരും. സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഫുള്ളായിട്ട്. ഈ സാരിയൊക്കെ ഉണ്ടല്ലോ, ബ്രൈഡിന്റെ സിസ്റ്റേഴ്സിനൊക്കെ ബ്രൈഡ് ക്രീം കളറൊക്കെയാണ് ഉടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ബ്രൈഡ് ആണെങ്കിൽ പോലും ഈ സാരി വെയർ ചെയ്തിട്ട് ബ്ലൗസ് ഇച്ചിരി ഹെവി ആക്കി കഴിഞ്ഞാല് ഭയങ്കര രസമായിരിക്കും. ഇച്ചിരി കൂടെ റിസപ്ഷൻ വെയർ ഒക്കെ ആയിട്ട് കൊടുക്കാൻ നല്ല ഓപ്ഷനാണ്. അതൊരു പറഞ്ഞ കറക്റ്റ്. ആക്ച്വലി നമ്മളൊരു സാരിനെ നോക്കി കാണുന്ന രീതിയാണ് ഇതിന്റെ ഭംഗി. സാരി അമ്മമാർക്ക് കൊടുക്കാം, അനിയത്തിമാർക്കും ചേച്ചിമാർക്കും കൊടുക്കാം, ബ്രൈഡിന് വേണമെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂട്ടബിൾ ആണ്. നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്ന പോർഷൻ. ആൻഡ് ഇതിന്റെ കോഡ് ഒന്ന് പറഞ്ഞു തരട്ടെ ഗൗരി. ഇത് RGD 152 ആണ്. 9559 ആണ് പ്രൈസ് റേഞ്ച്. 9559 ആണ് പ്രൈസ് റേഞ്ച്. വല്ലാത്തൊരു പ്രൈസിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ ടാസിൽസ് വർക്ക് ഈ റെഡ് കളർ വെച്ചിട്ട് തന്നെയാണ് ടച്ച് ചെയ്തേക്കുന്നത്. അത് അതിന്റെ ഫിനിഷിംഗ് ഒക്കെ നല്ല നീറ്റാണ്. നമുക്ക് ടാസിൽസ് ആണ്, പക്ഷെ അതിന്റെ നമുക്കിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ വരുന്ന പ്രോഡക്ട്സും ഈ ഒരു പ്രീമിയം പ്രോഡക്റ്റും ഒക്കെ തമ്മിൽ വ്യത്യാസങ്ങൾ അതിന്റെ ക്വാളിറ്റി ആൻഡ് ഫിനിഷിംഗിലാണ്. ബിക്കോസ് ഈ സാരി മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഫുള്ളായിട്ട് ഇത് പെട്ടെന്ന് കണ്ട കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണെന്ന് തോന്നും. ഈ ചെയ്തിരിക്കുന്ന ചേട്ടന്മാരുടെ ഓരോരുത്തരുടെയും ഇപ്പൊ 2-3 പേരിരുന്നായിരിക്കും ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ ചെയിൻ്റെ വലിപ്പം, ഓരോരുത്തർ കുത്തുന്ന സൂട്ടുകളുടെ വലിപ്പത്തിന് ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ക്ലോസറിൽ നോക്കി നമുക്കത് കാണാൻ പറ്റും. ഫുൾ സാരി ഇങ്ങനെയാണ് വരുന്നത്. പ്ലീറ്റ്സിന്റെ പോർഷനിൽ മുട്ടിന് താഴത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് എന്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. അതിന്റെ കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബേജ്, ബ്രൗണിഷ് ബേജ് വരുന്നുണ്ട്, മെറ്റാലിക് ഒലിവ് വരുന്നുണ്ട്, പിങ്കും മോ പിങ്കും വരുന്നുണ്ട്, അല്ലേ? അതെ, ക്രീമും വരുന്നുണ്ട്. അത്ര തന്നെ വരുന്നത്. അതെ, ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ്. ഇങ്ങനത്തെ ഇപ്പം നമ്മുടെ ഡിസൈനർ ജ്വല്ലറീസ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ കൂടെ ഈ ഒരു മാച്ചിങ് കോമ്പിനേഷനിൽ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒക്കെ ആയിട്ട് പെയർ ചെയ്യുവാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഡ്രേപ്പ് ചെയ്ത ഫോട്ടോ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്ന് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. എഡിറ്റ് ചെയ്യുന്നത് ശ്യാമാണ്. അപ്പോൾ ശ്യാം പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, RGD 152. അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് അന്നേരം അവർക്ക് ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ലുക്കും കൂടെ കസ്റ്റമേഴ്സിന് വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് ഫ്രണ്ടിലും കൂടെ ഒന്ന് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് കാണാനുള്ളൊരു ടെൻഡൻസിയും കറക്റ്റായിട്ട് തോന്നും കേട്ടോ. ഇതാണ് അതിൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അപ്പർ പോർഷനിൽ ചെറിയ ബോർഡറാണ്, ലോവറിൽ വീതി കൂടിയ ബോർഡറാണ്. അടുക്കി കുത്തുവാണെങ്കിൽ ലോവർ പ്ലീറ്റ്സിലായിരിക്കും കൂടുതലായിട്ട് അതിൻ്റെ വർക്ക് കാണുന്നത്. 1 ലെയർ ഇടുവാണെങ്കിലും പ്യുവർ ഓർഗൻസ ഫാബ്രിക് ആയത് കാരണം ബ്ലൗസും കൂടെ ഒരേപോലെ തന്നെ വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും യുണീക്കായിട്ടുള്ള ഇതുപോലത്തെ ഹാൻഡ് പിക്ഡ് പീസസ് എടുക്കാം.